നമസ്കാരം. ഇന്ന് 16/2/26 നിഫ്റ്റി 50 25,682 ക്ലോസ് ചെയ്തു. 211 പോയിന്റ് നേട്ടത്തിൽ. സെൻസെക്സ് ആകട്ടെ 650 പോയിന്റ് നേട്ടത്തിൽ 83,277 ക്ലോസ് ചെയ്തത്. NSE അഡ്വാൻസ് ക്ലെയിം റേഷ്യോ എന്ന് പറയുന്നത് 37:13 ആണ്. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ളത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, HDFC ബാങ്ക്, അദാനി എൻ്റർപ്രൈസ്, മാക്സ് ഹെൽത്ത് കെയർ എന്നിവയാണ്. പ്രധാനപ്പെട്ട നഷ്ടം നേരിട്ട ഓഹരികളിൽ ടെക് മഹീന്ദ്ര, മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, ഐഷർ മോട്ടോഴ്സ് എന്നിവ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 52 ആഴ്ചയിലെ ഏറ്റവും ഹൈ ലെവലിൽ പ്രൈസിൽ നിൽക്കുന്ന 51 ഷെയറുകളും ലോ ലെവലിലുള്ള 148 ഷെയറുകളും ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇന്ന് അപ്പർ സർക്യൂട്ടിൽ 61 ഷെയറുകളും ലോവർ സർക്യൂട്ടിൽ 86 ഷെയറുകളും ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയ ഒരു ദിവസമാണ്. പക്ഷേ യഥാർത്ഥ റിവേഴ്സലാണോ അതോ ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ആണോ എന്നുള്ളത് കാത്തിരിക്കേണ്ടി വരും. നാളെയുടെ ദിശ എന്താകുമെന്നുള്ളത് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം. ഇന്ത്യൻ വിപണി മികച്ച റിക്കവറി കാണിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രഷറിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു വാങ്ങൽ എന്ന് പറയുന്ന ഒരു ഇമോഷനിലേക്ക് ആളുകൾ കടന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. പ്രധാന സൂചികകളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഗ്രീൻ ക്ലോസിങ് നൽകുകയുണ്ടായി. വിപണിയിൽ ആരംഭത്തിൽ അല്പം വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും രണ്ടാമത്തെ പകുതിയിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ബയേഴ്സ് കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടൊരു നിയന്ത്രണം സെക്കൻഡ് സെഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പ്രൈസ് മൂവ്മെൻറ്റിൽ നിന്ന് വ്യക്തമാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഇതൊരു ഷോർട്ട് കവറിംഗ് റാലിയാണോ അത് ഫ്രഷ് ബൈയിങ് ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പോസിറ്റീവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ അഡ്വാൻസ് ആയിരുന്നു കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബ്രെഡ്ത്ത് പോസിറ്റീവാണ്. സെക്ടർ അനാലിസിസ് നോക്കിയാൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ് മേഖലകൾ ശക്തമായിട്ട് മാർക്കറ്റിൽ നിന്ന് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് PSU ബാങ്കുകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഫാർമയും ഹെൽത്ത് കെയറും അതിന് സപ്പോർട്ട് നൽകുകയും ചെയ്തു. IT സെക്ടറിലാകട്ടെ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു. US-ൻ്റെ മാർക്കറ്റിൻ്റെ ഡയറക്ഷനും ഡോളർ മൂവ്മെൻറ്റും ഒക്കെ സ്വാഭാവികമായിട്ടും IT ഓഹരികളെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കിംഗ്, NBFC മേഖലകളിൽ അതിശക്തമായ സമ്മർദ്ദം കാണപ്പെടുകയുണ്ടായി. ഇതിന് പ്രധാനപ്പെട്ട കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ലെൻഡിങ് ഗൈഡ് ലൈൻസ് സംബന്ധിച്ച ആശങ്കകളാണ്. കാരണം ആ ഗൈഡ് ലൈൻസ് സ്വാഭാവികമായിട്ടും ബാധിക്കുക ബ്രോക്കിംഗ്, NBFC മേഖലകളിലുള്ള സ്ഥാപനങ്ങളെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഗ്ലോബൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ FII-DI ഡാറ്റയൊക്കെ നോക്കിയാൽ ഗ്ലോബൽ മാർക്കറ്റുകളിൽ പൊതുവെ ഒരു പോസിറ്റീവ് സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയിലാണ് മാർക്കറ്റ്. അത് മാർക്കറ്റിന് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. FIIs-ൻ്റെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ അവർ ചെറിയ തോതിൽ നെറ്റ് ബയേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഹൈലി പോസിറ്റീവായ ഒന്നാണ്. ശ്രദ്ധിക്കണം, നെറ്റ് ബയേഴ്സ് എന്ന് പറയുന്നത് വളരെ മിനിമൈസ്ഡ് ഫോമിലാണ്. അത് യഥാർത്ഥ പമ്പിങ് അവരിൽ നിന്ന് മാർക്കറ്റിലേക്ക് പണം ഒഴുകാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റ് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ അവരാണ് ഫൈനലായിട്ട് മാർക്കറ്റിൻ്റെ വേഗതയെ തീരുമാനിക്കുന്നത്. അവർ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നാൽ, പമ്പ് ചെയ്യാൻ തുടങ്ങിയാൽ മാർക്കറ്റ് വളരെ വേഗത്തിൽ മുകളിലേക്ക് കയറും. അല്ലാത്തിടത്തോളം മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോകും, താഴേക്ക് ഇറങ്ങും, മുകളിലേക്ക് പോകും, താഴേക്ക് ഇറങ്ങും. ഈ ഒരു അനിശ്ചിതാവസ്ഥ മാർക്കറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ നാളുകളായിട്ട് എപ്പോഴൊക്കെ മാർക്കറ്റിന് സപ്പോർട്ട് ആവശ്യമായി വേണ്ടി വരുന്ന ആ സമയങ്ങളിലെല്ലാം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം സ്ഥാപനങ്ങളാണ്. ഇനി നാളെ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്ന ലെവലുകൾ ഈ വീഡിയോയുടെ കൂടെയുണ്ട്. ഈ ലെവലുകൾ സപ്പോർട്ടായോ റെസിസ്റ്റൻസായോ ആക്ട് ചെയ്യപ്പെട്ടേക്കാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലെവലുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവനവൻ്റെ റിസ്കിൽ മാത്രം ചെയ്യുക. ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് റിസ്ക് ഏരിയ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡാറ്റകളാണെന്ന് മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റ്. ഇന്ന് നടന്ന
മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ നാളെ അവസാനിക്കുന്ന, അതായത് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, നാളെ അവസാനിക്കുന്ന 25,600 കോള്, 25,500 കോള്, 25,700 കോള്, 25,550 കോള്, 25,650 കോള്, പുട്ട് സൈഡിലാണെങ്കിൽ 25,500 പുട്ട്, 25,400 പുട്ട്, ഇവയൊക്കെ തന്നെ മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഇന്ന് ധാരാളം പേര് കണക്റ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഇനി അതുപോലെ തന്നെ നാളെ വലിയ തോതിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരുപക്ഷെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന, എന്ന് വെച്ചാൽ പ്രൈസും ഓപ്പൺ ഇൻട്രസ്റ്റും കയറിയ ഒരു 3-4 സ്ട്രൈക്കുകളാണ് നമ്മൾ സൂചിപ്പിക്കാനായിട്ട് പോകുന്നത്. ഈ സ്ട്രൈക്കുകളൊന്ന് വാച്ച് ചെയ്യുക. അത് ഒന്ന് നാളെ അവസാനിക്കുന്ന, അതായത് 17/2/2026 അവസാനിക്കുന്ന എക്സ്പയറിയാണ് 25,700 കോള്. ബാക്കിയുള്ള 3 24-ാം തീയതി അവസാനിക്കുന്ന എക്സ്പയറിയാണ് 26,300 കോള്, 25,700 കോള്, 23,100 പുട്ട്. തീർച്ചയായും നാളത്തെ ലെവലുകൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ മാത്രം, അവധാനതയോടെ മാത്രം ട്രേഡിങ്ങിലേക്ക് കടക്കുക. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഓവർ കോൺഫിഡൻസ് മാർക്കറ്റിൽ ഒട്ടും യോജിച്ചതല്ല. കാരണം മാർക്കറ്റ് എന്ത് എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും 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 ആവർത്തിക്കുന്നു. സാധ്യതകളെ മാത്രമേ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിക്കവറി പോസിറ്റീവാണ്, പക്ഷേ സസ്റ്റൈനബിൾ അപ് ട്രെൻഡ് കൺഫർമേഷൻ കിട്ടാനായിട്ട് നാളത്തെയും മറ്റന്നാളത്തെയൊക്കെ ട്രേഡിംഗ് സെഷൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം 800-ലും 900-ലും ഒക്കെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളൊക്കെ കടന്ന് ഒരു 26,000-ന് മുകളിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു എക്സാക്റ്റ് ഒരു ബുള്ളിഷ് മോഡിലേക്ക് മാർക്കറ്റായി എന്ന് പറയാൻ പറ്റൂ എന്നാണ് വ്യക്തിപരമായി എൻ്റെ വിചാരം. അതുകൊണ്ട് ശ്രദ്ധയോടെ ട്രേഡ് എടുക്കുക. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. നാളെ പ്രോഫിറ്റബിളായ ഒരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.